ട്രെൻഡ് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടുക്കിയിലെ കാര്യം ഇപ്പോൾ റോഷി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന 17,750 വോട്ടിൻ്റെ UDFിൻ്റെ ഇടുക്കിയിലെ ലീഡ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നതാണ്. അത് മനസ്സിലാക്കേണ്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ അണികൾ തന്നെ മാറ്റിക്കുത്തിയിരിക്കുന്നു, UDFിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അണികൾ മാറിയിരിക്കുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ പാലാ ഇല്ലെങ്കിൽ ജോസ് കെ മാണി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ജോസ് കെ മാണി പാലാ ഇല്ലെങ്കിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ തേടും. കാരണം ഇപ്പോൾ ഈ പറയുന്ന ആരൊക്കെ ആരുടെയൊക്കെ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ജയരാജൻ്റെ കാര്യത്തിലും ഇപ്പോൾ LDFിനൊപ്പമാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ കാഞ്ഞിരപ്പള്ളി പരീക്ഷിക്കാമല്ലോ. ജോസ് കെ മാണിക്ക് പാലയിൽ ജയിക്കണമെങ്കിൽ അവിടെ UDFിൻ്റെ വോട്ട് അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ കൂടി വേണ്ടി വരും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ള കാര്യം. ഇനിയിപ്പോൾ അവിടെ വിട്ടുകൊടുക്കില്ല എന്ന് ഇപ്പോൾ അവിടെ ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പേരെന്താ മറന്നുപോയി, പാലയിൽ മാണി സി കാപ്പൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിട്ടുകൊടുക്കില്ല. അതെ, ഇപ്പോൾ വിട്ടുകൊടുക്കില്ല. ആദ്യം വിട്ടുകൊടുക്കും. നല്ല വിജയമാണ്. അതെ, 2 തവണയും 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിയാണ് പറഞ്ഞത്. മാണി സി കാപ്പന്റെ വിജയം ഒരു പ്രധാന ഘടകമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കെ മാണി ഒടുവിലെ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പനോട് വിജയിച്ചത് വെറും 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഉറപ്പായിട്ടും അതെ, മാണി സി കാപ്പന്റെ ഈ വിജയം ഒരു തരത്തിലും ചെറുതാക്കി കാണുന്നില്ല കോൺഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ അറിയാനായിട്ടുള്ളത് അതാണ്. മാണി സി കാപ്പൻ നിർബന്ധം പിടിക്കുകയാണ്, പാല തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ മാണി സി കാപ്പനെ മാറ്റില്ലെന്നേ. പക്ഷേ മാണി സി കാപ്പനും നിലപാട് മാറ്റാനുള്ള സാഹചര്യം കോൺഗ്രസ് ഇപ്പോൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ വിജയിക്കുന്ന ഒരു സീറ്റ് ഉറപ്പായിട്ടും ജോസ് കെ മാണിക്ക് എന്നുള്ളതാണ്. ജോസ് കെ മാണിക്ക് കൂടി താല്പര്യമുള്ള ഒരു സീറ്റ് എന്നുള്ളതാണ് അറിയാനാകുന്നത്. ഈ പറയുന്ന ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കളത്തിങ്കിലും ഒക്കെ ഇപ്പോൾ ജോസ് കെ മാണിക്കൊപ്പമാണെന്ന് പറയുന്നു. മറ്റുള്ളവരെയും മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അവിടെയാണ് പ്രധാനമായിട്ടും സഭയുടെ ഇടപെടൽ പ്രധാനമാകുന്നത്. ഈ സിനഡിലെ യോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയത് ക്ഷണിച്ചിട്ട് തന്നെയാണ്. സാധാരണഗതിയിൽ സിനഡിലേക്ക് ആരെയും ക്ഷണിക്കുന്നതല്ല. അപ്പോൾ അവിടെ ഈ തട്ടിൽ പിതാവിനെ മാത്രം കാണാൻ വേണ്ടിയല്ല അദ്ദേഹം പോയത്. സഭയ്ക്കകത്ത് തന്നെ ഒരു സഭാസമിതിയുണ്ട്, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനുള്ളൊരു സഭാസമിതിയുണ്ട്. അവിടെ മറ്റു രൂപതകളിലെ ബിഷപ്പുമാരും എത്തിയിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത്. ആ ചർച്ചകൾ എന്നുള്ളത് ഇത്തവണ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് UDFിനൊപ്പമാണ് എന്നുള്ളത് ഇത്തവണ എന്നുള്ളതല്ല. അവർ പൊതുവെ UDFിനൊപ്പം തന്നെ മാണി വിഭാഗം നിൽക്കണം എന്നുള്ള നിലപാടുള്ളവരാണ്. അപ്പോൾ ആ തരത്തിലുള്ള സഭയുടെ സമ്മർദ്ദം അവസാന ഘട്ടത്തിൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്.